നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പം ജീവിതത്തിൽ നിത്യവും നമ്മുടെ സമൂഹത്തിൽ കൊലപാതകങ്ങൾ, അതേപോലെ കഞ്ചാവ് വേട്ട, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിക്കൊണ്ട് ഒരുപാട് യുവതി യുവാക്കൾ, അതേപോലെ തന്നെ ഗൃഹനാഥന്മാർ എല്ലാവരും ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു. മൊത്തത്തിൽ ഒരു അരക്ഷിതാവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെ ആശാവർക്കർമാരുടെ സമരം, അങ്ങനെ പല സമരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ജ്യോതിഷത്തിനുള്ള പങ്ക് എന്താണ്? നിങ്ങൾ പാരമ്പര്യമിടുക്കന്മാർ തള്ളിമറിക്കുന്ന പോലെയൊന്നും അല്ല യാഥാർത്ഥ്യം. ഇപ്പോൾ നമുക്ക് മാർച്ച് 29 ശനി മാറുന്നുണ്ട്, അതേപോലെ സൂര്യഗ്രഹണം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് രണ്ടും കൂടി നടക്കുമ്പോൾ ആനമുട്ട വിരിയുന്ന നാളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നു. നിങ്ങൾ സത്യം തിരിച്ചറിയുക. യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ അരക്ഷിതാവസ്ഥയ്ക്ക്, അതേപോലെ ഒരിക്കൽ വെടിനിർത്തൽ നടത്തി തിരിച്ചു പോയ ട്രംപ് വീണ്ടും യുദ്ധത്തിലേക്ക് എത്തി. അപ്പോൾ ലോകത്തിൽ മൊത്തത്തിലൊരു അരക്ഷിതാവസ്ഥയാണ്. കാരണം എന്താണ്? എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. ശുക്രൻ ഉച്ചം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബുധൻ നീചം ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ബുധ ശുക്രന്മാർ മീനൻ രാശിയിൽ നിന്ന് രാഹുവിനോടൊപ്പം നിൽക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അതായത് ഉച്ചം ചെയ്തുകൊണ്ടിരുന്ന ശുക്രൻ ഉച്ചം ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും നല്ല സാമ്പത്തികാഭിവൃദ്ധി, അതേപോലെ കായികപരമായ കഴിവുകൾ എല്ലാം, ദാമ്പത്യ സൗഖ്യം എല്ലാം വളരെ ഉന്നതിയിലേക്ക് കുതിക്കുന്ന സമയത്താണ് ബുധൻ കൂടെ വന്ന് വ്യാഴക്ഷേത്രത്തിൽ നീചം ചെയ്തു. നമ്മുടെ ജ്യോതിഷപ്രകാരം ബുധൻ നീചം ചെയ്യുമ്പോൾ കൂടെയുള്ള എല്ലാവരും നീചത്തിലാവും. അപ്പോൾ ഇനിയിപ്പോൾ മീനമാസം വരുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? മീനമാസം വരുമ്പോൾ ഇപ്പോൾ മീനമാസത്തിൽ എന്താ സൂര്യനും മീനൻ രാശിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ സൂര്യൻ മീനൻ രാശിയിൽ വന്നു. സൂര്യൻ മീനൻ രാശിയിൽ വരുമ്പോൾ എന്താ സംഭവിക്കുക? സൂര്യനും നീചമായി. ഇനിയിപ്പോൾ ശനി വരാൻ വന്നു. രാഹു കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. എന്നാലും മീനം 15 തീയതി ശനി കൂടി വരുമ്പോൾ എന്താ സംഭവിക്കുക? മിടുക്കന്മാർ പറയുന്നു, ഇനി കൂടെ ചന്ദ്രനെ കയറി വരുന്ന സമയത്ത് എല്ലാവരും കൂടി, അതായത് രവി, ബുധൻ, ശുക്രൻ, ശനി, രാഹു, ഇത്രയും പേരൊക്കെ, പിന്നെ കൂടെ ചന്ദ്രനും കൂടി വരുമ്പോൾ 6 പേര്, ഇതൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര അഭിവൃദ്ധി. ഒരു അഭിവൃദ്ധി ഇല്ല കേട്ടോ. യഥാർത്ഥത്തിൽ ഈ അരക്ഷിതാവസ്ഥയ്ക്കെല്ലാം കാരണം ശുക്രൻ നീചം ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം ബുധൻ വന്ന് ശുക്രനെ നീചത്തിലേക്ക് ആക്കി. ഇനി ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ എന്നാണ് മാറ്റം വരിക? മേടം 23 തീയതി, അതായത് മെയ് മാസം 6 തീയതിയാണ് ബുധൻ മേടൻ രാശിയിലേക്ക് മാറിപ്പോവുകയുള്ളൂ. അതുവരേക്കും ഇങ്ങനെയൊക്കെ അശാന്തിയുടെ തീരങ്ങളായിട്ടായിരിക്കും ലോക സമാധാനം മുഴുവൻ കെടുത്തിക്കൊണ്ട് കൂടുതൽ സ്ത്രീകൾ പ്രശ്നം ഉണ്ടാക്കലായിട്ട് ജീവിതം നരകതുല്യമായിട്ട് പോകും. അപ്പോൾ ഇതിനെല്ലാം പ്രതിവിധി വേണമെന്നുള്ളവർ കേരളത്തിൽ, ഇത് വീഡിയോ കാണുന്ന പുറത്തുള്ള ആളുകളാണെങ്കിൽ മനസ്സിലാക്കും, കേരളത്തിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർ പേരമംഗലത്ത് പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയുണ്ട്. ഭഗവാന്റെ പത്തിയിൽ കുടിയിരിക്കുന്ന പ്രണവമലയുണ്ട്. അവിടെ 8 ഗണപതിമാരുണ്ട്. അതേപോലെ 27 ദേവതകളുണ്ട്. ഈ ദേവതകൾക്ക് ഇവിടെ യഥാവിധി വഴിപാട് ചെയ്യുക. ഒരു നിവൃത്തിയില്ലാത്തവരാണെങ്കിൽ 10 രൂപയുടെ ജലാഭിഷേകം 3 ദിവസം അടുപ്പിച്ച് നടത്തുക. ഒരു ദിവസത്തേക്ക് 270, 3 ദിവസം 810 രൂപ. പൈസ കൂടുതലൊക്കെ കയ്യിലെടുക്കാനുള്ളവരാണെങ്കിൽ 27 ദേവതകൾക്ക് മുട്ടിറക്കൽ നടത്താം 2700, 27 ദേവതകൾക്ക് നിവേദ്യം നടത്താം 2700, 27 ദേവതകൾക്ക് തട്ടസമർപ്പണം നടത്താം 9450, 27 ദേവതകൾക്ക് ഭാഗ്യസൂക്തം നടത്താം 810. അല്ലെങ്കിൽ പൈസ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ 27 ദേവതകൾക്ക് ശിവേലി അർച്ചന നടത്താം 1620 രൂപ. ഇങ്ങനെയൊക്കെ ചെയ്ത് മാത്രമേ ഈ കാലത്തെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബ ക്ലേശങ്ങളും കൂടിക്കൂടി വരും. അതുകൊണ്ട് വെറുതെ തള്ളിമറിക്കാനൊരിക്കലും കരുതരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എല്ലാത്തിനും ഉത്തരമൊക്കെ ഉണ്ടാകും. അല്ലാതെ ഇവർ പറയുന്ന പോലെ സമൃദ്ധിയുടെ കാലഘട്ടമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, വറുതിയുടെ കാലഘട്ടമാണ്. അപ്പോൾ ഇനി മേടമാസം ആരംഭിക്കുമ്പോൾ വിഷുവൊക്കെ വരുന്ന സമയത്ത് സൂര്യൻ ഉച്ചം ചെയ്യും. സൂര്യൻ ഉച്ചം ചെയ്യുന്ന സമയത്ത് പോലും നമുക്കതിൻ്റെ ഗുണത്തിലേക്ക് വരില്ല. കാരണം ബുധൻ മേടം 23 തീയതി ആകുമ്പോൾ മാത്രമേ ശുക്രനെ വിട്ട് വിലകി മാറിപ്പോവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ശുക്രൻ നീചാവസ്ഥയിലാണ്. അപ്പോൾ വല്ലാത്ത അരക്ഷിതാവസ്ഥ മാറണമെങ്കിൽ മേടം 23 മെയ് 6 തീയതി വരെ തന്നെ കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകാതെ ഈശ്വര ചിന്തയോടുകൂടി നടക്കുക. കാരണം ആരും എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു കാലഘട്ടമായിട്ടാണ് ഈ സമയങ്ങളെല്ലാം
കടന്നു പോകുന്നതെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയും. നമ്മുടെ ജ്യോതിഷത്തിൽ നമുക്ക് നുണയൊന്നും പറയാനൊന്നും പറ്റില്ല കേട്ടോ. എനിക്കിവിടെ തള്ളി മറിക്കലൊന്നുമില്ല. പിന്നെ നമുക്ക് അടുത്ത വ്യാഴമാറ്റം, അത് മേടം വിഷുഫലം, അതൊരു വ്യാഴമാറ്റമൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ശനിമാറ്റമൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ വ്യാഴമാറ്റം വരുമ്പോഴാണ് ശരിക്കുമുള്ള ജീവിതത്തിൻ്റെ കാഠിന്യം നിങ്ങൾ തിരിച്ചറിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സിനൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടണം എന്നുള്ളവർ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രണവമലയിലെത്തുക. തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലും അതോടൊപ്പം ഭഗവാന് മുമ്പ് പറഞ്ഞാൽ 100 മാല നടത്താം. കാരണം ഇവിടെ രാഹുവും നീചം ചെയ്യാണ്. എല്ലാം കൂടി ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന ഒരു വല്ലാത്ത മോശം സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. ജീവിതം രക്ഷപ്പെടണം എന്നുള്ളവർ പറയുന്നത് കേൾക്കുക. നിങ്ങൾക്ക് നിരന്തരമായി എത്ര അഭിവൃദ്ധിയിലേക്ക് എത്താൻ പറ്റാതെ പോകുന്നു, 100 കിട്ടിയ 110 ചിലവായി സമ്പാദിക്കാൻ പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ, മദ്യപാനശീലത്തിൽ നിന്ന് മാറാൻ പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ, വീട്ടിൽ കലഹങ്ങൾ ഒഴിയുന്നില്ലെങ്കിൽ, അതേപോലെ തന്നെ വിവാഹം നടക്കുന്നില്ലെങ്കിൽ, സന്താനഭാഗ്യമില്ലാതെ പോകുന്നുണ്ടെങ്കിൽ, അതിനെല്ലാം ആവാഹന പൂജ എന്ന് പറയുന്ന ഒരു വലിയ മിറാക്കിൾ പൂജയുണ്ട്. അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഏലസ് വാങ്ങി ധരിക്കുക. അതിലേക്ക് എത്തുന്നതിന് വേണ്ടി ആദ്യം ഒരു ചരട് വാങ്ങി ധരിക്കുക. ഒരു നിവൃത്തിയില്ലെങ്കിൽ നേരെ പ്രണവമലയിലെത്തുക. 27 ദേവതകൾക്ക് ഓരോ ദേവതയ്ക്കും 108 പൂർണ്ണ പ്രദക്ഷിണം നടത്തി ജീവിതം തിരിച്ചൊടിക്കാനുള്ള വഴികളാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടുന്ന് പറയുന്ന 4 കാര്യങ്ങൾ: ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക. അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യത്തോടെ 8 ഗണപതിമാരുണ്ട്. അപ്പോൾ ശുക്രൻ നീചം ചെയ്യുമ്പോൾ ഗണപതിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ കേതു ഭവനാധിപനായിരിക്കുന്ന ബുധനാണ് നീചം ചെയ്യുന്നത്. ഇപ്പം മഴയൊക്കെ പെയ്യുന്നുണ്ടില്ലേ? ഈ മീനമാസത്തിൽ ഇത്രയധികം മഴയൊന്നും പെയ്യാറില്ല. കാരണം കേതു ഭവനാധിപൻ നീചം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ മഴയൊക്കെ ഉണ്ടാകും. അപ്പം കാലചക്രം പോലും ഈ ഗ്രഹങ്ങളുടെ തിരിച്ചിൽ സംഭവിക്കുന്ന ഒരു വലിയ മാറ്റമാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ പറയുന്ന 4 കാര്യങ്ങൾ: ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക. 4 കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക. അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം കഴിച്ച് തമ്മിൽ കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത്, ഇപ്പോഴാണ് മരണം സംഭവിക്കുക, ഗവൺമെൻറ് ജോലിയാണോ, വിദേശമാണോ, ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, IAS ആണോ, IPS ആണോ, കലാകായികപരമായ കഴിവുള്ളയാളാണോ, എല്ലാം നമ്മുടെ ജാതകം നോക്കിയാൽ മനസ്സിലാക്കാം. അല്ലാതെ ഇവർ പറയുന്ന പോലെ കമ്പ്യൂട്ടർ ജാതകമൊന്നും നോക്കേണ്ട യാതൊരു കാര്യമില്ല. ഇതൊന്നും അറിയാൻ പാടില്ല, പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് വരുന്ന മണ്ടത്തരമാണ്. നമുക്ക് അങ്ങനെയല്ല, കൃത്യമായിട്ട് പഠിച്ചെടുക്കാം. അതേപോലെ തന്നെ ജ്യോതിഷം നോക്കി ജീവിതം രക്ഷപ്പെടാം. ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് സനാതന ധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരി ഇല്ലാതെ ജാതി മത വർഗ്ഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ഈ സംഘടനയിൽ ഏതൊരാൾക്കും ചേർന്ന് പ്രവർത്തിച്ച് ഇനിയുള്ള കാലം ജീവിതം തിരിച്ചു പിടിക്കാം. സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ആയില്യവും തിരുവുത്സവമായി കൊണ്ടാടുന്ന തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും സനാതന ധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു. ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ മടിച്ചു നിൽക്കരുത്. ജീവിതം ഒരിക്കൽ മാത്രമുള്ള ഒരു പ്രതിഭാസമാണ് എന്ന് തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവ നടത്തി 1 വർഷക്കാലത്തേക്ക് ജീവിതത്തിൽ നേരുന്ന പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് തിരുവങ്ങളടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഇനിയുള്ള കാലം ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും എന്ന ആ ഒരു ഉത്തമ ബോധ്യത്തിന് വേണ്ടി നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക, ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക, മണ്ടത്തരങ്ങളൊക്കെ മാറ്റിമറിക്കുക. മരിച്ചുപോയ മനുഷ്യൻ ദൈവമാവില്ല, ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ദൈവമാവില്ല എന്നൊരു യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം. 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 ഇദ്ദേഹം വിജു ദുബായിൽ നിന്നാണ് വരുന്നത്. മുമ്പ് അബുദാബിയിലായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് 2016 പൂജ കഴിഞ്ഞു. പൂജ കഴിഞ്ഞപ്പോൾ വലിയ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മലേഷ്യയിൽ 5 വർഷം അവിടെ ജോലി ചെയ്തു. അതിനുശേഷം വീണ്ടും ദുബായിലേക്ക് പോകാൻ സാധിച്ചു. അത് തന്നെ അഹമ്മദാബാദിൽ, ഗുജറാത്ത് അഹമ്മദാബാദിൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു. 2016 മുതൽ 2024 വരെ ഇപ്പോഴും നല്ല രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലേക്ക് ഒരുപാട് വഴിപാട് ചെയ്യും. ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, ആൾക്ക് തന്നെ അറിയാം. ആ വീഡിയോ സെർച്ച് ചെയ്യും, നേരെ ഇതിലേക്ക് വരും. അപ്പോൾ വീണ്ടും ഒരു പിന്നിലേക്കുള്ളൊരു വലിയ വിജുവിനെ തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് ഈ പൂജയിലേക്ക് വന്നിരിക്കുന്നത്. അത് വന്നിരിക്കുന്നത് ദുബായിൽ നിന്നാണ്. ഇത് പല പ്രാവശ്യം നമുക്ക് അനുഭവസാക്ഷ്യം വീഡിയോ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയുക, ചിലർ വരുന്ന വിദ്യാഭ്യാസമുള്ളവർക്കൊന്നും ഇതിനോടൊരു താല്പര്യം ഉണ്ടാവില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ്. വിജുവാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ 2-3 പ്രാവശ്യം വീഡിയോ തന്നാലാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ ഈ വീഡിയോ എടുപ്പിക്കാനുള്ള കാരണം അതാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ള കാലത്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം. മകൾ ലണ്ടനിൽ ഡോക്ടർക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഇന്നത് തന്നെ കിട്ടണം, ഇന്നത് യൂണിവേഴ്സിറ്റി കിട്ടണം, ഇതെല്ലാം വിജു തന്നെ കൃത്യമായിട്ട് വിളിച്ചു പറയും, പറയുന്ന വഴിപാട് ചെയ്യും. അങ്ങനെ എന്താണോ വേണ്ടത്
അത് നേടാൻ വേണ്ടിയിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് കൃത്യമായിട്ട് തന്നെ ജീവിതം നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആൾക്ക് തന്നെ അറിയാം. ഇവിടുത്തെ വഴിപാടിൻ്റെ പവറും അതിലെ പൂജയുടെ പവറൊക്കെ ആൾക്ക് ഒരുപാട് ഞാൻ പറയുന്ന പോലെ ആൾക്കൊരു 10-15 മിനിറ്റ് നിങ്ങളോട് പറയാനുണ്ട്. പക്ഷെ നിങ്ങളത് കേട്ടിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ ഇദ്ദേഹത്തിനോട് പറയാൻ വേണ്ട, ഞാൻ പറഞ്ഞോളാം, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ആളാണ് ഞാൻ. സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ 5 പ്രതിഷ്ഠ, അല്ലെങ്കിൽ 1 പ്രതിഷ്ഠ, അല്ലെങ്കിൽ ഒരു 2 പ്രതിഷ്ഠ, അങ്ങനെയുള്ളൂ. 27 ഭഗവാന്മാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചെലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും വരാൻ തോന്നും. അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജിയാണ് ഇവിടെയുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന്. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. വിളിച്ചാൽ വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇവിടുന്ന് പോകുന്നത്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനിയും എല്ലാവരും വരിക. എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ നിങ്ങൾക്ക് കിട്ടട്ടെ. അത് മാത്രമല്ല, ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല. അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്, നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ്. പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ, ഗണപതി തന്നെ 8 തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ. പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ഇങ്ങനെ 8 ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോരുത്തരും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. എന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെയുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു.